നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഫ്രാൻസിന് വിജയിക്കാൻ പറ്റിയില്ല. ഐസ്ലൻഡ് 2-2 സമനിലയിലാണ് അവരെ കുരുക്കിയിരിക്കുന്നത്. പരിക്ക് മൂലം സൂപ്പർ താരം കിലിയൻ എംബാപ്പെ പുറത്താണ്. അദ്ദേഹം ഇല്ലാതെ ഇറങ്ങിയ ഫ്രാൻസാണ് ഇപ്പോൾ ഐസ്ലൻഡിനോട് വിജയിക്കാൻ കഴിയാതെ പോയിരിക്കുന്നത്. 2-2 സമനില വരുമ്പോൾ പാൽസനും ഹ്ലിൻസോ ആണ് ഇപ്പോൾ ഐസ്ലൻഡിൻ്റെ ഗോളുകൾ നേടിയത്. ഫ്രാൻസിന് വേണ്ടി എൻകുങ്കുവും മറ്ററ്റയും ഗോളുകൾ നേടി. മത്സരത്തിൽ ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ മറ്റേറ്റ അദ്ദേഹം ആദ്യമായിട്ടാണ് ഫ്രാൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ എൻകുങ്കു, ഒലീസെ, തൗവിൻ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയിൽ ഐസ്ലൻഡ് ആദ്യം ലീഡ് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഫ്രാൻസ് വലിയ ആധിപത്യമൊക്കെ പുലർത്തിയെങ്കിലും ആദ്യ ഗോൾ വന്നത് ഐസ്ലൻഡിൻ്റെ ഭാഗത്തായിരുന്നു. വിക്ടർ പാൽസൺ അവരെ മുന്നിലേക്ക് എത്തിച്ചു 39-ാമത്തെ മിനിറ്റിൽ. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഐസ്ലൻഡ് മുന്നിലുമായിരുന്നു. രണ്ടാം പകുതിയിൽ 63-ാമത്തെ മിനിറ്റിൽ എൻകുങ്കുവിലൂടെ ആ ഗോൾ ഫ്രാൻസ് മടക്കി. പിന്നാലെ മറ്റേറ്റ ഫ്രാൻസിന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തു. 68-ാമത്തെ മിനിറ്റിൽ ആ ഗോൾ ഫ്രാൻസിന് മുന്നിലേക്ക് എത്തിച്ചാണ്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ തിരിച്ചടിക്കുന്ന ഐസ്ലൻഡിനെയാണ് കണ്ടത്. ക്രിസ്ത്യൻ ഹിൽസൺ അവർക്ക് വേണ്ടി ഗോൾ കണ്ടെത്തി. അതോടുകൂടി മത്സരം 2-2 സമനിലയിലേക്ക് പോയി. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആധിപത്യം പുലർത്തി, നിരവധി അവസരങ്ങൾ ഉണ്ടാക്കി, എന്നിട്ടും വിജയിച്ചു കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഗ്രൂപ്പ് ഡിയിൽ 4 കളികളിൽ നിന്ന് 10 പോയിന്റോടെ ഫ്രാൻസ് തന്നെയാണ് ഒന്നാമത്. യുക്രൈൻ 4 കളിയിൽ നിന്ന് 7 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്താണുള്ളത്. ഏതായാലും ഈ മാസം വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഫ്രാൻസിന് പോകാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത മാസം 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കൂടിയാണുള്ളത്. ആ മത്സരങ്ങളിൽ കാലിടറാതിരുന്നാൽ ഫ്രാൻസിന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.